നമുക്കിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവ കഥ കേൾക്കാം. ശ്രീകൃഷ്ണ ഭക്തനായിട്ടുള്ള ഒരു പുണ്യാത്മാവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ബദരീനാഥിനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ബദരിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ബദരിയിലേക്ക് പോകാനുള്ളൊരു അവസരം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ബദരി പോവുകയാണ്. അവസാനം അദ്ദേഹം ബദരിയിലെത്തിയപ്പോൾ രാത്രിയായി. അദ്ദേഹം കണ്ടത് മന്ദിരം പൂട്ടി ഇറങ്ങുന്ന പൂജാരിയാണ് കണ്ടത്. ബദരിയിലാണെങ്കിൽ 6 മാസം മാത്രമേ പൂജയ്ക്കായിട്ട് നട തുറക്കുള്ളൂ. പൂജ കഴിഞ്ഞ് നട പൂട്ടിയാൽ പിന്നെ 6 മാസം കഴിയാണ്ട് തുറക്കില്ല. ഇങ്ങനെ നട പൂട്ടി ഇറങ്ങുന്ന സമയമാണ് അദ്ദേഹം അവിടെ എത്തണത്. അപ്പോൾ ആ ഭക്തൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒന്നും കൂടി ഒന്ന് നട തുറന്ന് ഭഗവാനെ കാണാൻ അനുവദിക്കുമോ, അല്ലെങ്കിൽ എനിക്കിനി 6 മാസം കഴിഞ്ഞ് വരിക എന്ന് പറയുന്നത് സാധ്യമാവില്ല. ഇനി എനിക്ക് ഈ ജന്മത്തിൽ ബദരീനാഥിനെ കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല, ഒന്ന് തുറന്നു തരുമോ പറഞ്ഞു. പക്ഷേ പൂജാരി പറഞ്ഞു, നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6 മാസം കഴിയാണ്ട് തുറക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. വളരെ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയായിരുന്നു ആ വയോധികൻ കടന്നു പോകുന്നത്. അങ്ങനെ അദ്ദേഹം കൃഷ്ണാന്ന് വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നിലവിളി കേട്ടിട്ട് ഒരു ആട്ടിടയൻ അവിടെ ഓടിയെത്തി. ഒരു ഇടയ ബാലൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി. കാലും മുഖവും കഴിച്ച് വെള്ളം കുടിക്കാനൊക്കെ കൊടുത്തു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഇടയബാലൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇവിടുത്തെ പൂജാരി മഹാദയാലുവാണ്. അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായിട്ടും നാളെ രാവിലെ അങ്ങേക്ക് വേണ്ടി നട തുറക്കും. സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ പറഞ്ഞു. അപ്പം ആ വയോധികൻ അത് കേട്ട് പറയാണ്, എൻ്റെ കൃഷ്ണൻ വന്ന് പറഞ്ഞതുപോലെ ആശ്വാസം തരുന്നതാണ് ഈ വാക്കുകൾ. പക്ഷേ കുഞ്ഞെ, എനിക്ക് നാളെ ഭഗവാനെ കാണുന്നത് വരെ ഉറങ്ങാൻ സാധിക്കും തോന്നുന്നില്ല. അപ്പോൾ ആ ഇടയബാലൻ ചോദിക്കുകയാണ്, കൃഷ്ണനോ? അതാരാണ്? അങ്ങയുടെ മകനാണോ? കൃഷ്ണനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? കൃഷ്ണനെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് ആ കൃഷ്ണൻ്റെ സുന്ദര ലീലകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കഥകൾ ആസ്വദിച്ച് കേട്ട ബാലൻ കൃഷ്ണകഥകളിൽ മുഴുകി കൃഷ്ണനായി മുന്നിൽ നിൽക്കുന്നത് പോലെ ആ ഭക്തനും അനുഭവപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങി. നേരം നന്നായി പുലർന്നു. രണ്ടുപേരും രാത്രി ഉറങ്ങിയില്ല. അങ്ങനെ രാവിലെ പ്രഭാതവന്ദനങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇടയബാലൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോയി നോക്കുകയാണ്. ക്ഷേത്രത്തിലെത്തിയ ആ മഹാത്മാവ് അത്ഭുതപ്പെട്ടു. 6 മാസം കഴിഞ്ഞ് തുറക്കൂ എന്ന് പറഞ്ഞ ക്ഷേത്രനട തുറന്നിരിക്കുന്നു. വീണ് നമസ്കരിച്ചു. എത്ര കാലമായി ആഗ്രഹിച്ച ആ പുണ്യദർശനം. ആത്മാനന്ദത്തിലെല്ലാം വിസ്മരിച്ച് കുറേ സമയം ഇരുന്നു. അങ്ങനെ ആനന്ദത്തിൽ നിന്ന് ഉണർന്ന അദ്ദേഹം പൂജാരിയുടെ മുന്നിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പരമകാരുണ്യത്താൽ എൻ്റെ ചിരകാല അഭിലാഷം സാധിച്ചു. ഇനിയും 6 മാസം വന്ന് ദർശനം എന്നത് സാധിക്കാത്ത കാര്യമായിരുന്നു പറഞ്ഞു. പക്ഷെ പൂജാരി പറഞ്ഞു, അങ്ങ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. 6 മാസം മുന്നെയാണ് ഞാൻ അങ്ങേ കണ്ടത്. 6 മാസം കഴിഞ്ഞ് ഇന്ന് നട തുറന്ന ദിവസം തന്നെ അങ്ങ് എങ്ങനെ ഇവിടെ എത്തി? അപ്പം അയാൾ ചോദിക്കുകയാണ്, 6 മാസമോ? ഞാൻ ഇന്നലെ വൈകുന്നേരമല്ലേ ഇവിടെ വന്നത്? വിഷമിച്ച് തളർന്നു വീണപ്പോൾ ആ ഇടയബാലനാണ് വന്നതും ഭക്ഷണം തന്നതും സൽക്കരിച്ചതും എല്ലാം. ഈ വാക്കുകൾ കേട്ട് പൂജാരി അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഗുഹയോ ഇടയബാലനോ ഇല്ലായിരുന്നു. മാത്രമല്ല 6 മാസക്കാലം ഈ പ്രദേശം മുഴുവനും മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. നമ്മുടെ മനസ്സറിഞ്ഞിട്ടുള്ള നിഷ്കാമ ഭക്തിക്ക് മുന്നിൽ കാലദേശങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല.